എനിക്ക് സാറിന്റെ ഒരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. സാർ നന്നായിട്ട് പാടും. ക്യാമറ ഓഫ് ചെയ്ത് ഇതെല്ലാം കട്ട് ചെയ്തേക്കോട്ടെ, ഇവിടം വരെ എടുത്താൽ മതി. കണ്ണൂർ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു 14 വർഷം ട്രൈ ചെയ്തിട്ടും പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോ നമ്മൾ കണ്ടു. കോമഡി ആയിട്ടാണ് ചെയ്തത്, പക്ഷെ അത് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തത്. കോമഡി ആയി പോയത്. ഞാൻ ചെയ്യുമ്പോൾ സത്യസന്ധമായും നന്നാക്കണം എന്ന് വെച്ചാ ചെയ്തത്. തോറ്റുപോയി. ജേക്കബിന്റെ സ്വർഗരാജ്യം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്ട് എന്നെ വിളിച്ച് നിർബന്ധമായിട്ട് സ്ക്രിപ്റ്റ് കേൾപ്പിച്ചു. എനിക്ക് ഭയങ്കര വർക്കായത് ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് അത്രയും അങ്ങനെ വർക്കായില്ല. ഞാനത് അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫ് അത്ര വർക്കായില്ല, സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പോൾ ഒരാള് നല്ലപോലെ മദ്യപിച്ച് റോഡിലൂടെ 4 കാലയിൽ നടന്നു പോകുമ്പോൾ അയാൾ ഒരു അറിയപ്പെടുന്ന ആളല്ലെങ്കിൽ വെള്ളം പോകുന്നു, ഒരു പാമ്പ് പോകുന്നു എന്നൊക്കെ പറയുകയുള്ളൂ. അങ്ങനെ അല്ലാതെ അറിയപ്പെടുന്ന ഒരാളാണ് നടക്കുന്നത്. എന്ത് ബോറാണ് ഇയാൾക്ക് ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. രണ്ട് സമീപനമാണ് സൊസൈറ്റിയിലുള്ളത്. അജിയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി, ഏത് ഏജ് കാറ്റഗറിന്റെ അടുത്ത് കൊണ്ടിരുത്തിയാലും അവരായിട്ട് അങ്ങ് സിംഗാവും. അഭിനയല്ലേ, ആത്മാർത്ഥത വേണ്ടല്ലോ. ഞാൻ ചാൻസ് ചോദിക്കും, ഉറപ്പല്ലേ? കാര്യം ഞാൻ അങ്ങനെ ചാൻസ് ചോദിക്കുന്ന ആളാണ്. ഇന്നലെയും കൂടെ ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് 2 പേരോട്. നടൻ എന്ന രീതിയിൽ നിങ്ങളെ തന്നെ വിലയിരുത്താറുണ്ടോ? ഓരോ ഷോട്ടും കഴിയുമ്പോൾ വിലയിരുത്താറുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാർ വിലയിരുത്തും. അല്ല, അത് പടക്കുതിരയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ആത്മകഥമായിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം. പടക്കുതിര എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 3 പേരും ഈ സിനിമയുടെ സംവിധായകനുമാണ് എന്നോട് കൂടെ ജോയിൻ ചെയ്യുന്നു. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 4 പേര്. 4 പേരാണ്. 4 പേര്. സംവിധായകനല്ലേ? സിനിമയിൽ അഭിനയിച്ച 3 പേരും സംവിധായകൻ. രഞ്ജിത്ത് സാറിന്റെ ലുക്ക് കാണുമ്പോൾ, പോസ്റ്ററിൽ കാണുമ്പോൾ അക്കരെ അക്കരയും സിനിമ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ശ്രീനിവാൻ സാറിന്റെ ലാലേട്ടന്റെ ഒക്കെ ആ ഒരു ലുക്ക്. ശരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ ഞങ്ങൾ കാണാത്ത അത്തരത്തിലുള്ള രഞ്ജിത്ത് സാർ? നമുക്ക് അങ്ങനെ അതുമായിട്ടൊരു ഡയറക്റ്റ് ബന്ധമുള്ള ഒരു കഥാസന്ദർഭമല്ല അത്. ഈ സിനിമയുമായി അല്ലെങ്കിൽ സിനിമയിലെ ഏതെങ്കിലും ഒരു കഥാസന്ദർഭവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു അപ്പിയറൻസും അല്ല അത്. പക്ഷെ അപ്പിയറൻസ് താല്പര്യപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അതെ, സിനിമയിലില്ല, ഈ അപ്പിയറൻസ് ഒക്കെ താല്പര്യപ്പെടുന്ന ആളാണ്. അതെ. ഇപ്പം റോയ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നത് 2020 ശേഷം. അപ്പം അത് എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഈ ഒരു കഥാപാത്രം തേടിയെത്തിയപ്പോൾ? ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയപ്പം ഓഫ്കോഴ്സ് അതിൻ്റെതായ സന്തോഷം എല്ലാം ഉണ്ട്. പിന്നെ സാറ് വിളിച്ചു, അപ്പോൾ വി മെറ്റ് അറ്റ് ഹിസ് ഓഫീസ് ആൻഡ് കഥ ഒക്കെ പറഞ്ഞ് ദീപു ചേട്ടൻ കഥ പറഞ്ഞു തന്നു. അപ്പോൾ തന്നെ ലൈക്ക് വി ന്യൂ ഹൗ ദ സ്റ്റോറി ഈസ് ഗോയിങ് ടു അൺഫോൾഡ്. അതൊരു രസകരമായൊരു സ്റ്റോറി ലൈൻ ആയിരുന്നു. ദർ വാസ് ഫൺ ആൻഡ് ദർ വാസ് ലോട്ട് ഓഫ് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കഥയാണ്. ലൈക്ക് അതിൽ ഇമോഷൻസ് ഉണ്ട്, ദർ ആർ ഫൺ മൊമെന്റ്സ്, ത്രില്ലറാണ്, ചെറിയൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ലൈനും ഉണ്ട് അതിൽ. സോ ഒരു മിക്സ് ഓഫ് എവറിത്തിങ് വന്നപ്പോഴത്തേക്ക് ഞാൻ അത് കഥ കേട്ടപ്പം ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അജിച്ചേട്ടൻ്റെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടുത്ത് എന്താണ് പടം? ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ എല്ലാ പടങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഈ സിനിമ എത്തിയപ്പോൾ ചേട്ടൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് കഥ തന്നെ, കഥാപാത്രം. സാറിൻ്റെ ക്യാരക്ടർ വരുന്നിടത്ത് തൊട്ടാണ് ഈ കഥയ്ക്ക് ഒരു രസകരമായ ഒരു മുഹൂർത്തം ആരംഭിക്കുന്നത്. ആ മുഹൂർത്തം തന്നെ ആയിരിക്കണം പ്രേക്ഷകനും ബുക്ക് ചെയ്യാൻ പോകുന്നൊരു ഏരിയ. ഇപ്പോൾ ജേർണലിസ്റ്റിന്റെ ഒരു കഥ പറയുന്ന, ഒരു പത്രപ്രവർത്തനത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ്. കാരണം പോസ്റ്റേഴ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അതിൽ ഒരു സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ പെന്ന്, ഈ പറഞ്ഞ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മാഗസീനാണ്. ഓക്കെ, റിയൽ ലൈഫിൽ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നില്ലേ? ഈ ചോദ്യം സാറ് മടുത്തില്ലെങ്കിലും ഈ ചോദ്യം ഞാൻ ഇന്ന് കേട്ട് ഞാൻ സാറിനോട് ചോദിച്ചു, എത്ര വർഷമായി കാണാം അപ്പൊ ഈ ചോദ്യം ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? കണ്ടിന്യൂ. എനിക്കൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ജേർണലിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മലയാളത്തിൽ അങ്ങനെ തെളിയിച്ചൊരു കേസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുള്ള ഒരു കപ്പാസിറ്റിയിലുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരുന്നില്ല ഞാൻ. ഒന്നാമത് ഞാൻ മാഗസിൻ ജേർണലിസവുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലാതെ എഴുതിയിട്ടുള്ളത് ഫീച്ചേഴ്സാണ്. പിന്നീട് ഞാനൊരു പത്രാധിപരായിരുന്ന കാലത്ത് വേണമെങ്കിൽ അത്തരം ചില ബ്രേക്ക് ചെയ്ത ചില വാർത്തകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഒരു വലിയ എക്സൈറ്റ്മെന്റിന്റെ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ അത് എണ്ണി പറയാൻ പാകത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
ഇല്ല. ഇപ്പൊ നടനാണെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും സാറിന്റെ തന്നെ ഡയലോഗുകൾ ഒരു പ്രാവശ്യമെങ്കിലും മിററിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് കാരണം ഭയങ്കര ടഫാണ്. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിന്റെ ഒരു ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഒരു വലിയ ഡയലോഗ് പറഞ്ഞിട്ട് ഇതൊന്ന് പറയാൻ പറ്റുമെന്ന് ശ്രമം നടത്താറുണ്ട്. പലരും അതിൽ പരാജയമായിട്ട് പോവാറാണ് ചെയ്യാറ്. അൽചേട്ടൻ എങ്ങനെയാ പണ്ട് സാറിന്റെ ഡയലോഗുകൾ മിറർ നോക്കി? കിങ്ങിലെ ഡയലോഗ് ഭയങ്കര സ്റ്റിൽ യൂസ് ചെയ്യുന്ന സെൻസിബിലിറ്റി ഭയങ്കര രസമുള്ള 3 വാക്കുകളല്ലേ. അതെ, അതിനെ അങ്ങനെ പ്രാസത്തോടെ പറഞ്ഞ് ഭയങ്കര പഞ്ചിൽ. ഞാനത് എൻ്റെ ഒരു ഡബിങ് എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്യുന്ന പലയിടത്തും ആൾക്കാർക്ക് അത് ഒരു ലേമാനിന് മനസ്സിലാവാൻ ഞാനത് എപ്പോഴും യൂസ് ചെയ്യുന്നത്. എപ്പോഴും രഞ്ജി സാറിനോട് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവും. കാരണം സാർ എങ്ങനെയാ ദേഷ്യപ്പെടുമോ ഒന്നും അറിയില്ല. എങ്ങനെയാ ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ട് റെയർ ആയിട്ടാണ് കാണാറ്. കാരണം ഇപ്പം നടന്മാരുടെയൊക്കെ ഇതിൽ ആരോപണങ്ങൾ വരുന്ന സമയത്ത് മീഡിയയ്ക്ക് മുമ്പിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്, ഒരു സംസാരിക്കുന്ന രീതിയുണ്ട്. ശരിക്കും ചിരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണോ? ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴെങ്കിലും നമുക്ക് എല്ലാവരോടും പറയണം രഞ്ജി സാർ അങ്ങനെയല്ല. ബിക്കോസ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. സോ ഐ തിങ്ക് നമ്മളെല്ലാവരും ഒരു ഫിസിക്കൽ അപ്പിയറൻസിലാണ് ജഡ്ജ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഹൗ ഹി ഈസ്. ഇവർക്ക് നന്നായിട്ട് അറിയാം ബിക്കോസ് ദേ ഹാവ് സ്പെൻഡ് ടൈം മോർ ഓഫൻ. പക്ഷെ ഞാൻ കഥകൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്ന് മനസ്സിലാക്കും സാർ ഇങ്ങനെയല്ല. ഞാൻ സംസാരിക്കുന്ന ഇന്റർവ്യൂസ് ഇപ്പോൾ ഗൗരവമായ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുപടി പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ വളരെ പ്രസന്റ് ആയിട്ടാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാനൊരു ഫോട്ടോ ആരുടെയെങ്കിലും കൂടെ ഒന്ന് എടുക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് നിൽക്കാറുള്ളൂ. കാരണം എൻ്റെ അതൊരു ഞാനെന്തോ ഒരു വലിയ ഒരു ഭീകരനാണ് എന്ന് പറയുന്ന ഒരു ചിത്രം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എനിക്ക് അത് ഞാൻ എഴുതിയ സിനിമകളുമായിട്ടും കഥാപാത്രങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്തുണ്ടാവുന്നതായിരിക്കും. ഈ സാറ് വരുമ്പം ഈ BGM-ഉം ഈ ജോസഫ് അലക്സും ഭരചന്ദ്രനും ഇതെല്ലാം നമുക്ക് ഓർമ്മ വരാം. അപ്പൊ ഇത് എഴുതിയ ആള് അത്ര കോമഡി അല്ലെങ്കിൽ ഒരു ലൈറ്റ് പേഴ്സൺ അല്ല എന്നുള്ളൊരു മുൻവിധി നമ്മൾ എടുക്കുമല്ലോ. നമ്മൾ പോയിട്ട് എന്നെ കൊണ്ട് രജനീകാന്ത് മറ്റേ മടിയിലടിച്ച് കഴിയുമ്പോ തിരിച്ച് ഇംഗ്ലീഷ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താ പറ്റുമോ അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ഞാനായിരിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ മീഡിയ ഇപ്പൊ പല മീഡിയകളും ചോദിക്കുന്ന ചോദ്യം സാറിനോട്. എനിക്ക് തോന്നുന്നു പടക്കുതിര റിലീസിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം വരുമെന്ന് വരില്ല എന്ന് സാറ് വീണ്ടും തന്നെ ആ ഒരു ആവശ്യം വരും. പക്ഷെ പടക്കുതിര ഇറങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും രഞ്ജി സാറിന്റെ വേറൊരു വേഷപ്പകർച്ചയോ നിങ്ങൾക്ക് കാണാൻ ആരും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഡോക്ടർ പശുപതി എന്തുകൊണ്ട് അക്കൗണ്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ട് പശുപതി. അത് എഴുതി കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ എഴുതിയേ. അത് അതെ അത് ഒന്നിലല്ലല്ലോ, ഒരുപാട് വന്നപ്പോ ശരിയാ. അപ്പൊ ഞാൻ പേഴ്സണലി സാറിനോട് ഇപ്പം റിക്വസ്റ്റ് മോഡിലാണ്. ഫൺ സ്ക്രിപ്റ്റ് എഴുതണം, ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ സാറിന്റെ പേഴ്സണൽ ചോയ്സ്. പക്ഷെ എഴുതുക എന്നുള്ളത് സാറിന്റെ അകത്ത് സാർ എക്സ്പ്ലോർ ചെയ്യാത്ത എന്നാൽ ഞങ്ങൾക്ക് ഈ സിനിമയിൽ സലോൺ സാറിനും എനിക്കും പലപ്പോഴും തോന്നിയ സാധനമാണ്. നമ്മള് അപ്പം ഞാൻ ചോദിക്കും സാർ ഇത് ചെയ്യുമോ? അപ്പോൾ സാറിനടുത്ത് നമ്മൾ ചോദിക്കും ചെയ്യാന്ന് പറയും. അത് ചെയ്ത് കഴിയുമ്പോൾ സാർ 2 കോൺട്രിബ്യൂട്ട് ചെയ്യും. ചില ലൈനോ അല്ലെങ്കിൽ ചില വാക്കോ ചില ഡബിങ് സമയത്ത് ചില മൂളലുകളോ ഒക്കെ വരുമ്പോ ഇത് ഞാൻ കോമഡിയന്മാർ ചെയ്യുന്നതാണോ എന്ന് തോന്നിപ്പോയി. ഇതിൽ തന്നെ കോയമ്പത്തൂർ വീട്ടിലാണ് അകത്തോട്ട് കയറുമ്പോ ഒരു ഡയലോഗ് ഇല്ലേ, വെറുതെ പറഞ്ഞല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ചിരിപ്പിക്കാൻ വിത്ത് റെഫറൻസ് ടു പശുപതി. കാര്യം എഴുതിയ ആളാ, അല്ലാതൊന്നുമല്ല. UDC ഐക്കോണിക് ആണ്. ഞങ്ങൾ സത്യം പറഞ്ഞ സാറിന്റെ ഒരു സ്ക്രിപ്റ്റിൽ പുതിയൊരു സിനിമ വരാൻ കാത്തിരിക്കുന്ന ആൾക്കാർ. ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ കൂടി ആയ സമയത്ത് ഞാനൊന്ന് എഴുതി എത്രയോ നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പൊ ഒരുപാട് റൈറ്റേഴ്സ് ഇപ്പൊ പുതിയ യൂത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഒരുപാട് സിനിമകൾ ഇപ്പൊ പുതിയ സിനിമകൾ വരാണ്. ഒരു റൈറ്റർ എന്ന നിലയിൽ ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു റൈറ്റിംഗ് സ്കിൽ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ അവരവരുടെ സിനിമകൾ കണ്ടെത്തുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു മുൻമാതൃകകളെ പിന്തുടരുന്ന ആളുകളല്ല.
ഒരുമാതിരി നമ്മൾ കാണുന്ന ഈ പുതിയ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുമായ എല്ലാ ആളുകൾക്കും അവരുടേതായ ഒരു സിനിമയുണ്ട്, ഒരു സിനിമാ സങ്കല്പമുണ്ട്, ഒരു സമീപനമുണ്ട്, സ്വപ്നമുണ്ട്. അത് ഏതെങ്കിലും അവർക്ക് മുൻപ് ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ഒരു ട്രെൻഡിനെ പിന്തുടരുന്നതേ അല്ല. അവരവരുടേതായ ഒരു സിനിമ കണ്ടെത്തുന്ന ആളുകളാണ്. പുതിയ റൈറ്റേഴ്സിന്റെ കൂടെ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ആർട്ടിസ്റ്റ് ആയാലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. അവരുടെ കഥകൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും, ഭയങ്കര പുതിയതായിരിക്കും. അങ്ങനെ അജിച്ചേട്ടൻ അങ്ങനെ പുതിയ റൈറ്റേഴ്സിന് കൂടെ, പുതിയ ഡയറക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ടോ? ഞാനും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തേക്കുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ. വിനീത് മലർവാടി ചെയ്യുമ്പോൾ ഡെബ്യൂ ആണ്, ധ്യാൻ ലവ് ആക്ഷൻ ചെയ്യുമ്പോൾ ഡെബ്യൂ ആണ്, ബേസിൽ കുഞ്ഞിരാമാനും ചെയ്യുമ്പോൾ ആണ്, ജൂഡും ഇതിലും ഡെബ്യൂ ആണ്. പടക്കുതിര ഞാൻ പറഞ്ഞത് മുന്നേ ചെയ്തത് ഇപ്പൊ ചെയ്തതും പുതിയ ആളാണ്. ഇതെല്ലാം കട്ട് ചെയ്തേക്കോട്ടെ, ഇവിടം വരെ എടുത്താൽ മതി. ശരിയാട്ടോ. സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തെന്ന് പറയുന്നേക്കുന്നത് വളരെ പ്രിൻസ് സാറ്, ജോഷ് സാറ്, സന്തോഷ് ശിവൻ സാർ എന്ന് പറഞ്ഞ 3 പേരെ ഉണ്ടാവുള്ളൂ സീനിയർ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയാൻ. അല്ലാതെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല കേട്ടോ. ഇനി വേറെ നോ ഒഫൻസ് അല്ല, പെട്ടെന്ന് എനിക്കതേ ഓർമ്മ വരുന്നുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട്, വിളിക്കണ്ടേ? അപ്പം വിളിക്കുന്നതും എപ്പോഴും സമീപിക്കുന്നതും പുതിയ ആൾക്കാരാണ്. അവരെ അറ്റ്മോസ്റ്റ് സ്നേഹത്തോടെ ഞാൻ വെൽക്കം ചെയ്യാറ്. ഇപ്പം സാറിന്റെ റൈറ്റിംഗ് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പം സാർ ചെയ്തു വെച്ച അല്ലെങ്കിൽ എഴുതി വെച്ച കഥകളൊക്കെ കുറച്ചും കൂടി മാസ്സായിട്ടുള്ള പുരുഷത്വം തോന്നുന്ന കഥാപാത്രങ്ങളാണല്ലോ. ഇപ്പോൾ കാലഘട്ടം മാറുകയാണ്, അപ്പൊ അതിനൊത്തൊരു സിനിമ ചെയ്യണം, അതിനൊത്തുള്ള കഥാപാത്രങ്ങൾ വരണം. അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യുന്നത്. മഞ്ജു വാര്യറിന്റെ പത്രം സാറ് എഴുതി. അങ്ങനെ എനിക്കറിയാവുന്ന സിനിമയായിരിക്കും ഞാൻ എഴുതുക. എനിക്ക് അതിനപ്പുറത്തെ സിനിമ എഴുതാൻ എനിക്കറിയാവുന്ന ചോദിച്ചാൽ എനിക്കറിയാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ പുരുഷത്വം പറഞ്ഞോണ്ടാ ഞാൻ ചോദ്യം പറഞ്ഞോട്ടെ. കിങ്ങിലെ വാണി ചേച്ചിയുടെ ക്യാരക്ടർ എൻ്റെ എല്ലാ സിനിമകളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരു ഓവർ പവറിംഗ് ആയിട്ടുള്ള പുരുഷ സാന്നിധ്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇത് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. ലേലത്തിലെ നന്ദിനി മാം ചെയ്ത ക്യാരക്ടർ വളരെ സ്ട്രോങ് കഥാപാത്രങ്ങളിൽ ആൺകുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണാത്ത കുറച്ച് ഉണ്ടല്ലോ സാർ ഇപ്പൊ പെർഫോം ചെയ്യുന്ന, ഇപ്പം ഡാൻസ് പെർഫോമൻസ് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ഈ സിനിമയിലുണ്ട് മലയാളങ്ങളിലുണ്ടല്ലോ കുറച്ച് മുഖ്യ ലാലേട്ടനൊക്കെ ചെയ്യുന്നത്. വലിയ സാഹസങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് വർഷങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു കഥ എഴുതുന്നു, അത് തിയേറ്ററിലെത്തി കാണുന്നതാണോ? ഒരു വർഷത്തിൽ ഒരു 3 സിനിമ ചെയ്ത് ആ ക്യാരക്ടർ തിയേറ്ററിലെത്തി കാണുന്നതാണോ ഏറ്റവും കൂടുതൽ സന്തോഷം? രണ്ട് എക്സ്പീരിയൻസ് ആണ്. ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ അനുഭവമല്ല ഒരു നടന്റെ അനുഭവം. രണ്ടാണ്. പ്രത്യേകിച്ചൊരു അതിലൊരു ഇതില്ല. അല്ല, രണ്ടാണ്. ഒരു നടൻ എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളുടെ ഒരു ക്രിയേഷന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഒരു എഴുത്ത് അല്ലെങ്കിൽ സംവിധാനം എന്ന് പറയുന്ന ജോലി സമ്പൂർണ്ണമായിട്ടും ആ ആളുടെ ക്രിയേറ്റിവിറ്റിയെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ അജിച്ചേട്ടനെ നോക്കുമ്പോൾ കണ്ണൂർ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു 14 വർഷം ട്രൈ ചെയ്തിട്ടും പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോ നമ്മൾ കണ്ടു. അതിപ്പോ ഒരു കോമഡി ആയിട്ടാണ് ചെയ്തത്, പക്ഷെ അതിപ്പോഴും അപ്പൊ മനസ്സിലായില്ലേ അത് എത്ര ഗ്രേറ്റ് ആണ് എന്ന് വെച്ചാൽ. ഞാൻ അങ്ങനല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുമ്പോൾ സത്യസന്ധമായും നന്നാക്കണം എന്ന് വെച്ചാ ചെയ്തത്, തോറ്റുപോയി. അതിന്റെ റെസ്പോൺസ് റിയാക്ഷൻസ് ഫ്രണ്ട്സിന്റെ ഒരു ട്രോളൊക്കെ കിട്ടി, നന്നായി കിട്ടി. അത് വളച്ചൊടിക്കുകയും ചെയ്തു. ഇപ്പൊ മലയാളത്തിൽ നമ്മുടെ നാട്ടില് നമ്മളൊരു സിനിമ ചെയ്ത് അതൊരു ഹിറ്റ് അടിച്ച് ആ കഥാപാത്ര ആളുകള് എപ്പോഴും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും. ഇപ്പൊ തമിഴിൽ പോയപ്പോഴാണ് അതിലെ കഥാപാത്രം ആളുകൾ ഇപ്പോഴും സംസാരിക്കണം. എനിക്കൊന്ന് റിയൽ നെയിമിനെക്കാട്ടും കൂടുതൽ ആ പേരായിരിക്കും ആളുകൾ പറയാം. അത് ഒരു വിഷമം മനസ്സിലുണ്ടാവോ? അങ്ങനെ ആക്ച്വലി അവർക്ക് എന്റെ പേര് അറിയില്ല. സോ ഇഫ് they see me they call me Malaka. എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ബിക്കോസ് ആസ് എൻ ആക്ടർ ടു ബി റിമെമ്പർഡ് ബൈ എ ക്യാരക്ടർ ഇസ് അത് നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. ദാറ്റ് മീൻസ് ഞാൻ ആ ക്യാരക്ടറിന് കൊടുത്ത ഒരു ജസ്റ്റിസ്. അപ്പോൾ നാളെ ആണെങ്കിലും കമ്മിങ് പ്രോജക്ട്സിലാണെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിലേക്ക് മാറിയാൽ
എനിക്ക് അത് ഐ ഫീൽ ഞാൻ അത് ജസ്റ്റിസ് ചെയ്തു എന്നാണ് ക്യാരക്ടറിൽ. മോർ ദാൻ ലൈക്ക് ഓക്കെ അവർ ഓൺ സ്ക്രീൻ കാണുമ്പം സിജ എന്നൊരു ആളെ അല്ലാണ്ട് ക്യാരക്ടറിനെ കാണുമ്പം എനിക്കത് സന്തോഷമാണ്. സോ ഐ എം ഹാപ്പി ഫോർ ഇറ്റ്. മലയാളത്തിലും ഇതുപോലെ ഒരു സംഭവം കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ കഥാപാത്രങ്ങൾ ഇപ്പൊ ഒരു സിനിമ വരാണ്, ഡയറക്ടേഴ്സിനോടോ അല്ലെങ്കിൽ റൈറ്ററിനോടോ നമ്മൾ ഒരു അവസരം തരണമെന്ന് ചോദിക്കാറുണ്ടല്ലോ. ചിലര് മടിയാണ് ചോദിക്കാൻ, എങ്കിലും എപ്പോഴെങ്കിലും സാറിനോട് ചോദിച്ചിട്ടുണ്ടോ അവസരം? ചോദിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഒന്ന് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട സമയം മുതൽ അദ്ദേഹം ഒരു ഫുൾ ടൈം ആക്ടറാണ്. പലപ്പോഴും അദ്ദേഹം എഴുതുന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. ജേക്കബിന്റെ സമയത്തൊക്കെ നമ്മളുടെ ഒരുപാട് ഇടവേളകൾ കിട്ടിയപ്പോൾ. അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി ചോദിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഫുൾ ടൈം ആക്ടർ അല്ലാതെ അദ്ദേഹം ഒരു ഫിലിം മേക്കറായി തുടരുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കാര്യം ഞാൻ ചാൻസ് ചോദിക്കും. ഉറപ്പല്ലേ? ഞാൻ അങ്ങനെ ചാൻസ് ചോദിക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ ഇന്നലെയും കൂടെ ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് 2 പേരോട്. പേരുകൾ വെറുതെ പറയട്ടല്ലോ. ഇപ്പം ഒരു നടൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അവരുടെ സിനിമകള്, അവരുടെ അഭിനയം, അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇതുപോലെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകണ്ടെന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന അഭിനയ പ്രകടനങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, സ്വാധീനിക്കാറുണ്ട്. അതങ്ങനെ ഒരു സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സാറിന്റെ ഫിലിമിൽ ഇൻസ്പയർ ചെയ്ത റൈറ്റേഴ്സ് സിനിമയിൽ എനിക്ക് ദാമോദര മാഷ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ദാമോദര മാഷ്. നമ്മൾ വായിച്ചിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് സിനിമയല്ല, സിനിമയിൽ എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ദാമോദര മാഷ്. പ്രഭുദേവായിട്ടൊരു സിനിമ ചെയ്യുന്നു എന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. അത് അതിനെ കുറിച്ചൊന്ന് പറയാം. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ടോക്കിംഗ് പോർഷൻസ് ഒക്കെ, സോങ് ഒക്കെ ഉണ്ട്. അവിടെ എന്റെ ഡേറ്റിന്റെ ആവശ്യമില്ലല്ലോ, അപ്പൊ അത് അവര് തീർക്കുന്നു. അദ്ദേഹത്തിന്റെ പടത്തിൽ സോങ്ങിൽ ഞാൻ വേണ്ടല്ലോ. ഇപ്പം ഒരു നടൻ എന്ന രീതിയിൽ ഇപ്പം നമ്മുടെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങളെ തന്നെ വിലയിരുത്താറുണ്ടോ? ഇപ്പോൾ ഓരോ സിനിമകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും നിങ്ങളെ തന്നെ വിലയിരുത്താറുണ്ടോ? ഓരോ ഷൂട്ടും കഴിയുമ്പോൾ വിലയിരുത്താറുണ്ട്. ഇല്ലെങ്കിൽ നാട്ടുകാർ വിലയിരുത്തും. അത് കിട്ടിയോ മോനെ? വൈറൽ. ഈ സിനിമ ചെയ്യുമ്പോൾ ഇതേ ചിന്തയോട് കൂടി തന്നെയാണോ? അതെ. അപ്പൊ ഇതിന്റെ മൂഡ് വന്നില്ലല്ലോ. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഓരോ ഷോട്ട് കഴിയുമ്പോഴും അയാൾക്ക് ഈ പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്, ഇല്ലേ? ആ പറഞ്ഞ് നിർവിക അല്ലെങ്കിൽ നാട്ടുകാര് വലിയ അത് പടക്കുതിരയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ആത്മകഥമായിരുന്നു. ഞാൻ ഓർത്തു. അതെ, അത് വളരെ വലിയ സത്യമാണ്. അത് നമ്മൾ സേഫ് ആക്കും. ഇതുപോലെ കൗണ്ടേഴ്സ് അടിക്കുന്ന സാർ ഓഫ് കോഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കാണാത്ത രഞ്ജി പണിക്കർ സാർ, നിങ്ങൾ കാണാത്തല്ല, മനസ്സിലാക്കാത്ത. ഈ ക്യാരക്ടർ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ പറയുന്ന അല്ല. നമ്മൾ പതിവായി നമ്മുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, സാറിന്റെ സിനിമകളിലൂടെ നമുക്ക് കിട്ടിയ ഇമേജ്. വ്യക്തിപരമായി ഇപ്പൊ നമുക്ക് ആർക്കും അറിയില്ല, സിനിമകളിൽ കിട്ടിയ ഇമേജിൽ നിന്ന് വ്യത്യാസമുള്ളൊരു ഇമേജ്. പടക്കുതിര സാറാണ് എഴുതുന്നെങ്കിൽ അതെങ്ങനെയായിരിക്കും? സാറ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഇവര് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സാറിന് ഭയങ്കര ആഗ്രഹമാണ് സലോൺ സാറ്. ഈ സാറ് രഞ്ജി സാറിന്റെ ഒരു 2 ലൈൻ വേണം. മാസല്ല, 2 ഡയലോഗ് വേണം സാറിന്റെ രീതിക്ക്. ദീപു റൈറ്റർ, ദീപുവും സാറും കൂടെ പറഞ്ഞു. അങ്ങനെ അത് ഞങ്ങളുടെ കൊതി കാരണം സംഭവിച്ചു. എങ്കിലും ഈ സിനിമ എത്തരത്തിലൊരു സിനിമയാ? ഇപ്പം ഈ കാസ്റ്റിംഗ് സമയത്ത് ഇപ്പൊ ഒരു കോമഡി സിനിമയാണ്, പക്ക ഒരു കോമഡി ഒന്നും എടുത്തു പറയില്ല. കാരണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ബ്ലാസ്റ്റ് പ്രതീക്ഷിക്കും. അത് ഞങ്ങൾക്ക് വേണ്ട.
മുൻവിധികളില്ലാതെ ഇതിന്റെ ടീസർ എന്താണോ കാണിക്കുന്നത് അത് കണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ പ്രതീക്ഷയിൽ വന്നാൽ മതി. ഇപ്പം സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് കുറച്ച് നല്ല സിനിമയാണ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂ ഇരുന്ന് സംസാരിക്കുമല്ലോ, അത് പലപ്പോഴും അതൊരു സിനിമ റിലീസ് ആയതിനു ശേഷം അത്ര പറയണ്ടായിരുന്നു, ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? പറയാറില്ല, ബിക്കോസ് എല്ലാവരും ഇതിനു മുമ്പ് അങ്ങനെ പറയുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മള് കാണുന്ന തരത്തിലല്ല പ്രേക്ഷകർ സിനിമയെ സമീപിക്കുന്നത്. അവർക്ക് അവരുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഇത് ഫൺ എന്നൊക്കെ പറഞ്ഞതിന്റെ അങ്ങേയറ്റമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് തിയേറ്ററിൽ വർക്കായാൽ ആ നിലയ്ക്ക് അതിനെ സ്വീകരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വർത്തമാനം കൊണ്ടൊന്നും ഒരു തരത്തിലും സിനിമയെ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ജേക്കബിന്റെ സ്വർഗരാജ്യം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്ട് എന്നെ വിളിച്ച് നിർബന്ധമായിട്ട് സ്ക്രിപ്റ്റ് കേൾപ്പിച്ചു. എനിക്ക് ഭയങ്കര വർക്കായത് ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് അത്രയും അങ്ങനെ വർക്കായില്ല. ഞാനത് അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ പറച്ചിലിനോട് വലിയ സ്പേസ് ഒന്നുമില്ല, പക്ഷെ ഞാൻ അഭിപ്രായം പറയണം, അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പറയാം. അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി പറയില്ല. പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു സ്ഥാനം വെച്ചിട്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് പടം കാണുകയാണ്. എനിക്ക് തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫ് അത്ര വർക്കായില്ല, സെക്കൻഡ് ഹാഫ് ഭയങ്കര ഞാൻ ആ പടം ത്രൂ ഔട്ട് വർക്ക് ചെയ്ത ആളാണ്. ഫിലിം ഡിഫേഴ്സ്. നമ്മുടെ ഇപ്പം പടമാണെങ്കിലും ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ എന്ന് നമുക്ക് പറയാം. എല്ലാ ഇമോഷൻസ് ഉണ്ട്. ദർ ഇസ് ഫൺ, ദർ ഇസ് ത്രില്ലർ, ദർ ഇസ് എൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഇമോഷൻ ഉണ്ട്, ഒരു ചെറിയൊരു ലവ് ട്രാക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ ജെന്യുവൻ ലവ് ട്രാക്ക്, അല്ലാതെ ഒരു മിഡ്വേ ഇൻ എ റിലേഷൻ ആണ് അങ്ങനെയല്ല, ബട്ട് ഒരു ജെന്യുവൻ ലവ് ട്രാക്ക്. സോ ഒരു എല്ലാ ഈവൻസിനും ഒരു ജെന്യുവിനിറ്റി ഉണ്ട് ഞങ്ങളുടെ സിനിമയിൽ. സോ ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ എന്ന് പറയാം. അതിച്ചേട്ടനുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ഒരാളാണ് അദ്ദേഹത്തിന്റെ റോയും അന്നയും റസൂലൊക്കെ കണ്ട് നാച്ചുറലി ആ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. നാച്ചുറലി വർക്ക് ചെയ്യാൻ കിട്ടിയപ്പോഴും അത് വ്യക്തിപരമായി അദ്ദേഹം ആ ക്യാരക്ടേഴ്സ് അല്ല, ഭയങ്കര ഒരു എനർജറ്റിക് പേഴ്സൺ ആണ്. ഞാൻ വിചാരിച്ചു വളരെ സീരിയസ് ആണ്, അതല്ല. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മ്യൂച്വൽ സംഭവമായിരുന്നു. എനിക്ക് ഞാൻ അജുചേട്ടനായിട്ട് ആദ്യത്തെ ദിവസം മീറ്റ് ചെയ്തപ്പോൾ തന്നെ ദർ വാസ് എ വെരി ഫ്രണ്ട്ലി ഒരു ആസ് എ കോ ആക്ടർ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് തന്നെയായിരുന്നു. സോ ഇറ്റ് വാസ് ഈസിയർ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഡു ദ സീൻസ് ടുഗെദർ. അതിച്ചേട്ടൻ ഒരു പ്രത്യേകതയായിട്ട് തോന്നി, ഏത് ഏജ് കാറ്റഗറീൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയാലും അവരായിട്ട് അങ്ങ് സിങ്കാവും. ഇപ്പം ചെറിയ കുട്ടിയുടെ അടുത്താണെങ്കിൽ അതുപോലെ ആയിരിക്കും, ഏജ് കൂടിയ ആളുടെ കൂടെ ആണെങ്കിൽ അതുപോലെ ആയിരിക്കും. അതിന്റെ ഒരു മാജിക് എന്താ? അഭിനയല്ലേ, ആത്മാർത്ഥത വേണ്ടല്ലോ, അതുകൊണ്ട് സിമ്പിൾ അല്ലേ, ഒരു ആത്മാർത്ഥ ഇല്ലാത്ത വെച്ചിന്. ഇതുപോലെ എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്നത് ചേട്ടനാണ്. സത്യം പറയാറില്ല, എല്ലാം കള്ളാണ് ഇപ്പൊ പറയണേ. എല്ലാം കള്ളമാണ്. ഇപ്പൊ നമ്മളെല്ലാവരും സിനിമയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണല്ലോ. ഇപ്പൊ ഒരു സിനിമ അത്രയും ഹാർഡ് വർക്ക് ഉണ്ട്, അതിനുള്ള ഒരുപാട് പണച്ചിലവുണ്ട്. അത് സക്സസ് ആയെങ്കിൽ മാത്രമേ അതിന്റെ ഒരു വരുമാനം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പൊ തിയേറ്ററിൽ എപ്പോഴും സിനിമ സക്സസ് ആവണം. പ്രൊഡ്യൂസർ ഉണ്ട് ഇവിടെ, പ്രൊഡ്യൂസർ ഇരുന്നു, പ്രൊഡ്യൂസർ മുന്നോട്ട് പോകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അതാ മുടക്ക് മുതൽ കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും അതാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, ഇപ്പം ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നു, ചിലപ്പോൾ ആ തിയേറ്ററിൽ ആ സിനിമ വിജയിച്ചില്ല, അപ്പോൾ OTT വരുമ്പം ആളുകളെല്ലാ സിനിമ നന്നായിരുന്നു എന്ന് പറയുന്നു. ഇത് തിരിച്ചു സംഭവിക്കാറുണ്ടല്ലോ, അതിനുള്ളൊരു റീസൺ എന്താ തോന്നുന്നത്? ഇപ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് തിയേറ്ററിൽ ആളുകൾ വരണം, തിയേറ്ററിൽ ആ സിനിമ ആസ്വദിക്കണം എന്നൊക്കെയല്ലേ, അതിനൊരു കാരണം എന്താ? തിയേറ്റർ എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. അത് ആ സിനിമ കാണുക എന്ന് പറയുന്ന ഒറ്റ ഇന്റൻഷനോട് കൂടി ഇരിക്കുന്ന ഒരു ക്രൗഡിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. മറ്റേത് ഒരു തരം റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കാണുകയാണ്. സോ ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്നൊരു പാക്കേജിൻ്റെ അകത്തിരുന്നു കൊണ്ട് നമ്മളെ കമ്പൽസീവായിട്ട് കാണിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കില്ല നമ്മൾ വീട്ടിലിരുന്ന് മൊബൈലിൽ അല്ലെങ്കിൽ ടാബിൽ അല്ലെങ്കിൽ TV-ൽ ഒക്കെ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെ കാണുന്ന. നമ്മളുടെ കമാൻഡിൽ നമ്മളുടെ സമയം, നമ്മുടെ കൺവീനിയൻസ്, നമ്മളുടെ ഫെസിലിറ്റിക്ക് അകത്തിരുന്നു കൊണ്ട് നമ്മൾ കാണുന്നു എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വ്യൂയിങ്. അത് 2 എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമ നമുക്ക് ചിലപ്പോൾ പിന്നീട് TV-യിൽ അല്ലെങ്കിൽ വേറെ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടാം. തിരിച്ചു ആവാട്ടോ, ചില സിനിമകൾ നമ്മൾ വളരെ എൻജോയ് ചെയ്ത സിനിമ നമ്മൾ വീട്ടിൽ വന്ന് കാണുമ്പോൾ നമുക്ക് ആ ഫീല് ചിലപ്പോൾ തിയേറ്റർ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ആംബിയൻസ് ഉണ്ട്.
ആ ആംബിയൻസ് തിയേറ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 1000 ഇരട്ടി വലിപ്പത്തില്, ആ അത്രയും ഇരട്ടി സൗണ്ടില് കൊണ്ടുപോകുന്നൊരു ഇരുട്ട് മുറിയിൽ ഇരുത്തി തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. അത് വേറൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആ സിനിമ കാണുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. നമ്മളൊരു ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ സിനിമ കണ്ടത് ഇത് കൊള്ളാലോ, ഹുക്ക് ചെയ്യുന്നുണ്ടല്ലോ. മറ്റേതങ്ങനല്ല, സിനിമ തുടങ്ങുന്ന മോമെന്റ് മുതൽ അവസാനം വരെ നമ്മളെ ഹുക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ആ സിനിമ. ഇപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോവാം. അപ്പൊ രണ്ട് തരം അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട്, ഒന്നൊരു വളരെ കമ്പൾസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ടാണ്, ഒരു ആംബിയൻസിൽ ഇരുന്നുകൊണ്ടാണ് തിയേറ്ററിൽ സിനിമ കാണുന്നത്. അതൊരു മേജർ വ്യത്യാസം തന്നെയാണ്. നിങ്ങളൊക്കെ ആർട്ടിസ്റ്റാണ്, എന്ത് ചെയ്താലും ആളുകൾ അത് പെട്ടെന്ന് അതൊരു ന്യൂസ് ആവുന്നു, വാർത്തയാവുന്നു, ചിലപ്പോൾ പ്രൈവസി തന്നെ അത് ബാധിക്കുന്നു. ആളുകൾ കൂടുതൽ പേര് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും ഇത് ചെയ്ത ഒരു ഇഷ്യൂ ആവോ, ഇത് ചെയ്ത ആളുകൾ അത് ചോദിക്കോ, അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ? എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ ഉപദ്രവിക്കാതെ ചെയ്യുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം. അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ ചെറിയൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവില്ലേ, ലൈക്ക് വാട്ട് നമ്മൾ എന്താ സംസാരിക്കണ്ടേ, ലൈക്ക് ചിലരുണ്ട് ലൈക്ക് ഹു വാണ്ട്സ് ദ അറ്റൻഷൻ, ബട്ട് ചോദ്യത്തിൽ നമ്മളത് ഭയപ്പെടുന്നുണ്ടോന്ന്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ, നമ്മളൊരു സമൂഹത്തിന്റെ ഒരു കോഡിൽ ജീവിക്കും. ആ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് നമ്മളെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. അത് ഒരു സിവിക് സൊസൈറ്റി ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രിവിലേജസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കും. ചിലപ്പോൾ ഇരിക്കാനൊരു കസേര ഇട്ട് തരും, ഒരു ക്യൂവിൽ ചെന്ന് നിന്നാൽ സാറേ മുന്നോട്ട് നിന്നോ എന്ന് വേണമെങ്കിൽ പറയും. ആ തരത്തിലുള്ള ഒരുപാട് പ്രിവിലേജസും സിനിമയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അട്രിബ്യൂട്ട് ചെയ്യുമ്പം തിരിച്ച് സ്വാഭാവികമായിട്ടും ഇയാൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ഐഡിയൽ ഒരാളിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അത് സമൂഹം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അയാൾ അങ്ങനെ ചെയ്തത് ശരിയല്ല, അയാളൊരു അറിയപ്പെടുന്ന ആളായതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അയാളൊരു സാധാരണ ഹ്യൂമൻ ബീയിങ് മാത്രമാണ് എന്നൊരു പെർസ്പെക്റ്റീവിൽ സമൂഹം ചിലപ്പോൾ അതിനെ കണ്ടുവന്നിരിക്കില്ല. അപ്പോൾ അതൊരു റെസ്ട്രിക്ഷനാണ് പലപ്പോഴും പല ആളുകൾക്കും. ഇപ്പോൾ ഒരാൾ നല്ലപോലെ മദ്യപിച്ച് റോഡിലൂടെ 4 കാലയിൽ നടന്നു പോകുമ്പോൾ അയാളൊരു അറിയപ്പെടുന്ന ആളല്ലെങ്കിൽ വെള്ളം പോകുന്നു, ഒരു പാമ്പ് പോകുന്നു എന്നൊക്കെ പറയുള്ളൂ അല്ലേ. പക്ഷേ വേറെ അങ്ങനെ അല്ലാതെ അറിയപ്പെടുന്ന ഒരാളാണ് നടക്കുന്നത്, എന്ത് ബോറാണ്, ഇയാൾക്ക് ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കില്ലേ. രണ്ട് സമീപനമാണ് സൊസൈറ്റിയിലുള്ളത്. അത് ബോധേഡാവുന്നല്ലേ ചോദിച്ചേ? ഒരു പരിധിവരെ ബോധേഡാവേണ്ടി വരും. നമ്മളെ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ തലയിലുണ്ടാവും. ആളുകൾ നമ്മളെ തിരിച്ചറിയുമല്ലോ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. തിരിച്ചറിയപ്പെടൽ എന്ന് പറയുന്നതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പൊ ഈ ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് സാറിന്റെ ഒരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹം. സാർ നന്നായിട്ട് പാടും. ക്യാമറ ഓഫ് ചെയ്യും. ഒരുപാട് ആളുകൾ സിനിമ കാണട്ടെ, ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസറിന് കൈ നിറയെ പണം കിട്ടട്ടെ, മുടക്കി കാശ് തിരിച്ചു കിട്ടട്ടെ, ഇത് വിഷയമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാനുണ്ടാവും. അപ്പോൾ പ്രേക്ഷകരുടെ എന്താണ് ഒരു മൈൻഡപ്പ് എന്ന രീതിയിൽ January 30th ആണ് ഞങ്ങളുടെ ഫിലിം റിലീസ് ആവുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഇറ്റ്സ് ഗോണ ബി ആൻ എന്റർടൈനർ. ഒരു പടം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പക്ഷെ ലൈക്ക് യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടെ നിൽക്കുക, പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ് ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.